നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചനിപ്പാടത്ത് ജനങ്ങളെ വലച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ സെൻട്രൽ നിർത്തുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. പ്രതി പിടിയിലായത് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനിൽ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൂച്ചനിപ്പാടത്ത് ജനങ്ങളെ വലച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ സെന്ററിൽ നിർത്തുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. പൂച്ചനിപ്പാടം സെന്ററിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ട് നാളുകളേറെയായി. മിക്കവാറും ദിവസങ്ങളിൽ 1 മണിക്കൂറോളം സമയം വരെ നീണ്ടുനിൽക്കുന്നതാണ് ഇവിടുത്തെ ഗതാഗത തടസ്സം. ചില സമയങ്ങളിൽ പോലീസും അല്ലെങ്കിൽ വാഹനയാത്രികരോ നാട്ടുകാരിൽ ആരെങ്കിലുമോ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഉൾപ്പെട്ടതാണ് പൂച്ചനിപ്പാടം സെന്റർ. സംസ്ഥാന പാതയിലെ വാഹനത്തിരക്കിന് പുറമെ ഒല്ലൂർ വല്ലച്ചിറ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും പൂച്ചനിപ്പാടം വഴിയാണ് കടന്നുപോകുന്നത്. പൂച്ചനിപ്പാടം സെന്ററിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നതാണ് ഇവിടെയുള്ള ഗതാഗതക്കുരുക്കിനുള്ള പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബസ്സുകൾ സെന്ററിൽ നിന്ന് മാറ്റി നിർത്തണമെന്നത് യാത്രക്കാരും നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലൊന്നാണ്. കൂടാതെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ സ്ഥിരമായി ചുമതലപ്പെടുത്തണമെന്നും ആവശ്യം ഉയരുകയാണ്. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. പ്രതി പിടിയിലായത് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനിൽ. വയനാട് നെടുമ്പാല ഉപ്പുപാറ സ്വദേശി തട്ടാരത്ത് വീട്ടിൽ ജിത്തുവാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള മിന്നൽ പരിശോധനയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 1/2 കിലോയോളം ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് കോടന്നൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരമാണ് മിന്നൽ പരിശോധനയ്ക്ക് കാരണമായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു അനുമോദനം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസലി ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമക്കള് ഇവിടെ 6 പേര് ഫുൾ A+ കിട്ടിയവരുണ്ട്. അവര് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പഠിച്ച് ഫുൾ A+ കിട്ടിയത്. ഈ വർഷം ഫുൾ A+ കുറവാണ്. എങ്കിലും നമ്മുടെ ഈ വാർഡില് 6 പേര് ഉണ്ട് എന്നറിഞ്ഞതിൽ, SSLC +2 പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ അഭിമാനിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നിങ്ങൾക്ക് അഭിനന്ദനങ്ങളും തരുന്നു. കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ ഫുൾ A+ വാങ്ങിക്കാൻ കിട്ടിയത്. ഇവരെ കണ്ട് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരെയും കണ്ടിട്ടാണ് നമ്മുടെ മക്കള്, ചെറിയ മക്കള് നോക്കിയിരിക്കണം. അവർക്ക് സമ്മാനം കൊടുക്കുമ്പോ നമുക്കും തോന്നണം ഇതുപോലെ ഞങ്ങളും 10ലും +2ലാവുമ്പോ ഫുൾ A+ വാങ്ങി സമ്മാനം മേടിക്കണം. അങ്ങനെ ഒരു വാശി നിങ്ങൾക്ക് വരണം. നടി പ്രിയ മേനോൻ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. 5-ാം വാർഡ് മെമ്പർ ജെയ്സൺ ട്രപ്പായി അധ്യക്ഷനായി. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP അനൂപ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ചെയർപേഴ്സൺ വിനയ സച്ചിൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലക്ഷ്മി ബൈജു, സുകന്യ ജിനീഷ് എന്നിവർ സംസാരിച്ചു. 100ഓളം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട്ടികൾക്ക് വിൽപ്പന നടത്തുവാനുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. പറപ്പുകര നെടുമ്പാൾ സ്വദേശി തൊഴുക്കാട്ട് വീട്ടിൽ ബാബുവാണ് അറസ്റ്റിലായത്. ചേർപ്പ് മുത്തുള്ളിയാലിൽ വെച്ചാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികൾക്ക് വിൽക്കാനുള്ള നിരവധി ഹാൻഡ്സ് പാക്കറ്റുകൾ പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അക്ഷരമുറ്റത്തേക്ക് വന്ന കുരുന്നുകളിൽ ആഹ്ലാദത്തിന്റെ അലയൊലികൾ തീർത്ത പ്രവേശനോത്സവം. ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നടന്നത് നിറപ്പകിട്ടാർന്ന പ്രവേശനോത്സവം.
പാറളം ചേനം ALP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പാറളം ഗ്രാമപഞ്ചായത്ത് അംഗം CM ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷഹർബാൻ ഷക്കീർ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ലവ്ലി ജെ തേക്കാനത്ത്, PA ജോസി, CGP ജോസ്, PR പ്രീതി, KH ജൂമൈല, സ്കൂൾ ലീഡർ PM അശ്വദേവ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ സ്നേഹ സുഭാഷ്, ഹെറിൻ റോസ്, KR ആരവ്, നെസ്ല നസീർ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി AISF പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. AIYF മുൻ ജില്ലാ സെക്രട്ടറിയും CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയുമായ KK ജോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. AISF തൃശൂർ ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, PB ഷാജൻ, അക്ഷയ് ശങ്കർ, സനിൽ സത്യദേവൻ, PS അഞ്ജന എന്നിവർ സംസാരിച്ചു. പനങ്കുളം DM LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ AA അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക ഷാലി, PTA പ്രസിഡന്റ് AK ഷമീർ, OSA അംഗം അബ്ദുൾ റസാഖ്, OTA അംഗം ആയിഷ ബി, ജീതു എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച് ആരോഗ്യം സംരക്ഷിക്കുക എന്ന സന്ദേശത്തോടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പല്ലിശ്ശേരി AUP സ്കൂളിൽ നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ പിടിയത്ത് അധ്യക്ഷനായി. പല്ലിശ്ശേരി സെയിന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഗ്രീജോ മുരിങ്ങാത്തേരി നവാഗതർക്ക് ഓർമ്മച്ചെപ്പ് സമ്മാനിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ സാന്നിധ്യ, വാർഡ് മെമ്പർ ബെന്നി തെക്കിനിയത്ത്, ചേർപ്പ് BRCയിലെ BPC KR ബിനി, വാർഡ് മെമ്പർമാരായ സരോജിനി സുധാകരൻ, തിലകൻ മാലിപ്പറമ്പിൽ, രശ്മി സുരേന്ദ്രൻ, സ്കൂൾ മദർ PTA പ്രതിനിധി TD സൌമ്യ, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി KS ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് സിസ്റ്റർ അലീനി ക്ലാസ് എടുത്തു. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്റ്റാർ സിംഗർ താരം ഡോക്ടർ ബിനിത രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് നവാഗതരായ കുട്ടികൾക്ക് അക്ഷരദീപം കൈമാറി. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പെല്ലിശ്ശേരി, MPTA പ്രസിഡന്റ് റിൻസി ജൂബി, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, പൂർവ്വ അധ്യാപിക CV ജെസ്സി, ജൂലിയറ്റ്, ക്രിസ്റ്റി ലൂയിസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കുട്ടികളുടെ കലാപരിപാടികൾ, ചലിക്കുന്ന കലാരൂപങ്ങൾ എന്നിവയും പ്രവേശനോത്സവത്തിൽ ഒരുക്കിയിരുന്നു. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും സഞ്ജീവിനി സമിതി ബാലികാ സദനത്തിലെ ബാല്യകാലാംഗവും നെല്ലിയാമ്പതി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ വേൽമണി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ അധ്യക്ഷനായി. CNN സ്കൂൾസ് മാനേജർ KG അച്യുതൻ, പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ, രേഖ ബാലകൃഷ്ണൻ, S സുനിൽ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥിനികൾ, NMMS, USS സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നവീകരിച്ച എഡ്യൂസാറ്റ് ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് നിർവഹിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, ഷീന പറയങ്ങാട്ടിൽ, പ്രിൻസിപ്പൽ സുഗന്ധി, പ്രധാനാധ്യാപിക സീനത്ത്, SMC PTA ഭാരവാഹികളായ ഷാജു, ചന്ദ്രബാബു, അന്ത്രപ്പോവ് സോക്കേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി TV ദീപു എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം നടന്നു. സാന്ത്വന കൂട്ടായ്മ ഓഫീസിൽ നടന്ന യോഗത്തിൽ PB സുധീർ അധ്യക്ഷനായി. സാന്ത്വന കൂട്ടായ്മ വൈസ് പ്രസിഡന്റായിരുന്ന സജീവന്റെ മരണത്തിൽ വാർഷിക പൊതുയോഗം അനുശോചനം രേഖപ്പെടുത്തി. കൂട്ടായ്മയുടെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സെക്രട്ടറി KS അജയൻ അവതരിപ്പിച്ചു. TK ബിജുകുമാർ, സുമന രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന കൂട്ടായ്മയ്ക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും അനുവദിച്ചു തരണമെന്ന് പൊതുയോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PB സുധീർ, സെക്രട്ടറി KS അജയൻ, ട്രഷറർ ഷീജ സുരേഷ്, വൈസ് പ്രസിഡന്റുമാരായ KG ചന്ദ്രൻ, TK ബിജുകുമാർ, സുനിത ഗിരിജൻ, വിദ്യ, ലിനി സുധീർ, ജോയിന്റ് സെക്രട്ടറിമാരായി KN മനോഹരൻ, MS ജയചന്ദ്രൻ, PK സുനിൽ, KV മിനി, സുമന രവീന്ദ്രൻ എന്നിവരെയും പൊതുയോഗം തെരഞ്ഞെടുത്തു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഈ മാസം 7-ന് തിരുഹൃദയ തിരുനാളും 9-ന് ഊട്ടുതിരുനാളും ആഘോഷിക്കും. നെയ്യാറ്റിൻകര രൂപത എമിരിറ്റൂസ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഊട്ടുതിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുനാൾ ദിവസം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലി നടക്കും. തീർത്ഥാടന കേന്ദ്രം റെക്ടറും വികാരിയുമായ ഫാദർ ഷൈജൻ കളത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺ ലി മാത്യു, ഡാഫി ആന്റണി, ഡീന ജോൺസൺ, ബെന്നി ചക്കാലക്കൽ, RS ഷാരോൺ, റോമി തോമസ്, മൈക്കിൾ നൊറോണ, രാജീവ് ജോസഫ്, കോർ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ഇടവകാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
കുന്നംകുളത്ത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിന്ന് വൻതോതിൽ വാഷ് പിടികൂടി. കുന്നംകുളം അടിപ്പൂട്ടിക്കുന്നിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 50 ലിറ്റർ വാഷ് പോലീസ് സംഘം കണ്ടെടുത്തത്. ഡ്രമ്മിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ജിതിൻ വാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രദേശത്ത് വ്യാജമദ്യ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ ഇടപെടലാണ് വാഷ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിടികൂടിയ 50 ലിറ്റർ വാഷും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് സംഘം നശിപ്പിച്ചു കളഞ്ഞതായി അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് വ്യാജമദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണങ്ങളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴക്കുന്ന് സ്വദേശി സിജോ എന്നയാളുടെ വീട്ടിലെ ജോലിക്കാരായ വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള ഉമിത്, ഭാര്യ രാധ എന്നിവരാണ് മരിച്ചത്. വീട്ടുടമസ്ഥൻ സിജോ സിംഗപ്പൂരിലാണ്. 4 മാസം മുൻപാണ് ഇരുവരും ജോലിക്കായി ഇവിടെ എത്തിയത്. വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിലെ കിടക്കയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഔട്ട് ഹൌസിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. രാധയുടെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കിയതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. രാധയെ കൊലപ്പെടുത്തിയ ശേഷം ഉമിത് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസമായി ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചാലക്കുടി SHO എത്തി ഔട്ട് ഹൌസിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നു നോക്കിയപ്പോഴാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മരണകാരണം കണ്ടെത്താനാകൂ എന്ന് പോലീസ് അറിയിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊറ്റംകുളം പടിഞ്ഞാറ് അന്തിക്കാട്ട് വീട്ടിൽ അജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് 6 അടി നീളമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്താണ് ആനക്കൂട്ടം പുഴയിൽ തമ്പടിച്ചത്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് വെള്ളിയാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ച് ഊട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം എന്നിവയാണ് തിരുവോണ ഊട്ട് ദിവസം നടക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഭക്തർക്ക് പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം 8943 703399 9633 531374. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി, ഹിസ്റ്ററി ജൂനിയർ, മലയാളം ജൂനിയർ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 18 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 43388 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചനിപ്പാടത്ത് ജനങ്ങളെ വലച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ സെൻട്രൽ നിർത്തുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഹരിക്കടത്തിലേക്ക് വഴിമാറിയ വയനാട് സ്വദേശി കോടന്നൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിൽ. പ്രതി പിടിയിലായത് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനിൽ.
അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.